ആശാവർക്കർമാരെ ജീവനക്കാരായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്ന സെക്രട്ടേറിയറ്റിന് മുൻപിലെ SUCI സമരക്കാർ ആവശ്യം ഉന്നയിക്കുന്നില്ല. പകരം ആശമാരെ ജീവനക്കാരായി പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് SUCIയുടെ വാദം. SUCI സമരക്കാരുടെ അജണ്ടയിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആശമാരെ ജീവനക്കാരായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഇല്ലാത്തത് എന്നതാണ് ചോദ്യം. അതിന് SUCI സമരക്കാരുടെ വാദം ഇങ്ങനെ: ഈ സമരക്കാരുടെ നിങ്ങളുടെ തന്നെ 9 ആവശ്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെടുന്നവരും മറ്റ് യൂണിയനുകളൊക്കെ പറയുന്നത് നിങ്ങളുടെ 9 ആവശ്യത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമായി ഒന്നാമത്തെ ആവശ്യമായി ഒരു ആവശ്യം ഉൾപ്പെടുത്തിയാൽ ബാക്കിയെല്ലാം പരിഹരിക്കപ്പെടും. അതായത് കേന്ദ്രത്തിൻ്റെ സ്കീമിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെ ജീവനക്കാരായി അംഗീകരിക്കുന്നില്ല, അതെന്തുമാണ് നിങ്ങൾ ഈ സമരത്തിൻ്റെ ഒരു അജണ്ടയായി ഒരു മുദ്രാവാക്യമായി ഉയർത്താത്തത്? അതായത് പണിയെടുക്കുന്നവന് മനസ്സിലായി, സാറ് പറയുന്നത് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് പിന്നെ മിനിമം വേതനം കൊടുക്കണ ആ പോയിൻ്റല്ലേ പറയുന്നത്? അതെ. അതായത് അപ്പോൾ അത് തീരുമാനിക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് തീരുമാനിച്ച് അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് പോയി ചോദിച്ച് അത് നേടിയെടുക്കേണ്ടുന്നതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിക്രമങ്ങൾ ഇതിനകം തൊഴിലാളി ആവശ്യപ്പെട്ടാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടതുപക്ഷ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ആ സർക്കാർ ചെയ്യേണ്ടുന്നതാണത്. സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാം. സ്കീം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സ്കീമുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിക്കും. കേന്ദ്രത്തിന്റെ സ്കീമാണ്. അത് എന്താണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും കൂടാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഇല്ല എന്ന് ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഉണ്ട്. ഞങ്ങൾ പാർലമെന്റ് ഞങ്ങളുടെ സമരത്തിൽ ആ ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് നടക്കുന്ന സമരത്തിൽ സാറേ നടക്കുന്ന ഞങ്ങൾ 2 തവണ പാർലമെന്റ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പറയാം തീർച്ചയായിട്ടും പറയാം. ഇത് ഇല്ല, അത് NHM നടത്തേണ്ട കാര്യമല്ല. ഞങ്ങളുടെ NHM ഓഫീസ് മാർച്ചിൽ NHM സംസ്ഥാന NHM അല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.